നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥൻ വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടറുടെ ഡ്രൈവറാണ്. ശ്യാം എന്നാണ് പേര്. അദ്ദേഹം രാത്രി ഡ്യൂട്ടി കഴിഞ്ഞ് കുടമാളൂർ പള്ളിയിലെ ഡ്യൂട്ടി ഉണ്ടായിരുന്നു. പള്ളി പെരുന്നാളുമായിട്ട് ബന്ധപ്പെട്ട് ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് അദ്ദേഹം തെള്ളകത്തുള്ള ഈ സാലി എന്ന് പറയുന്ന ഒരു ലേഡി നടത്തുന്ന തട്ടുകടയാണ്. അവിടെ കയറിയപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അവിടെ ജിബിൻ ജോർജ് എന്ന് പറയുന്ന പ്രതി ഇവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ സാലി എന്ന് പറയുന്ന ലേഡിക്ക് നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥന് മുൻപരിചയമുണ്ട്. അപ്പോൾ ഇയാളോട് പറഞ്ഞു, അദ്ദേഹം പോലീസ് ഉദ്യോഗസ്ഥനാണ്, ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ അടുത്ത് പറയും, അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞാൽ ഏറ്റുമാനൂരിൽ നിന്ന് പോലീസ് വരും എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ പ്രകോപിതനായ ഇയാൾ ഈ സാലിയെയും സാലിയുടെ സഹോദരനെയും മർദ്ദിച്ചു. കൂട്ടത്തിൽ പിടിച്ചു മാറ്റാൻ ചെന്ന നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥനെ മർദ്ദിച്ചു എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന വിവരം. ഇയാൾക്ക് 2022 മുതൽ ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിൽ റൗഡി ഹിസ്റ്ററി ഷീറ്റ് ഉണ്ട്. ഇയാൾ മൊത്തം 7 കേസിൽ പ്രതിയാണ്. ഗാന്ധിനഗറിൽ തന്നെ 308 കേസ്, അതുപോലെ ഒരു മോഷണ കേസ്, പിന്നെ കോതമംഗലം പോലീസ് സ്റ്റേഷനിൽ ഒരു 325 കേസ്, അതുപോലെ സുവമോട്ടോ ആയിട്ട് പോലീസ് എടുത്ത അബ്കാരി ആക്ട് NDPS ഒരു കഞ്ചാവ് ഉപയോഗിച്ചതിനുള്ളൊരു കേസ്. അങ്ങനെ മൊത്തം 7 കേസിൽ പ്രതിയാണ്. നമുക്ക് കിട്ടിയിരിക്കുന്ന പ്രാഥമിക വിവരം അങ്ങനെയാണ്. ഈ സാലി മൊഴി തന്നിരിക്കുന്നത് പ്രകാരം തൊട്ടടുത്തുള്ള തട്ടുകടയിലുള്ള പ്രകാശൻ പറഞ്ഞയച്ചു എന്നുള്ള രീതിയിലാണ് നമുക്ക് മൊഴി കിട്ടിയിരിക്കുന്നത്. അതിനെക്കുറിച്ച് കൂടുതൽ വിശദമായിട്ടുള്ള അന്വേഷണം നടത്തണം. പ്രകാശനും ജിബിൻ ജോർജും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ള അനാലിസിസും കാര്യങ്ങളൊക്കെ നടത്തണം. കൂടുതൽ അന്വേഷണത്തിലേ അത് പറയാൻ കഴിയുള്ളൂ. ഇൻക്വസ്റ്റ് പൂർത്തിയായി. നമുക്ക് അത് സ്ഥിരീകരിക്കാറായിട്ടില്ല. പോസ്റ്റ്മോർട്ടം നടക്കുന്നതേ ഉള്ളൂ. മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാലാണ് അതിൻ്റെ കൺക്ലൂസീവ് ആയിട്ടുള്ള എവിഡൻസിലേക്ക് എത്താൻ കഴിയുള്ളൂ. കാപ്പ ചുമത്തിയിട്ടില്ലെന്നാണ് എൻ്റെ അറിവ്. റൗഡി ഹിസ്റ്ററി ഷീറ്റ് ഉണ്ട്. കാപ്പ ചുമത്തപ്പെടേണ്ടതായിരുന്നോ എന്ന് പരിശോധിക്കുന്നുണ്ട്. ഒരു 308 കേസും പിന്നെ ഒരു 325 കേസുമാണ് അല്പം ഗുരുതരമായിട്ടുള്ള കേസുകളുള്ളത്. ആളെ നമ്മൾ നിരീക്ഷിച്ചു വരുന്നതായിരുന്നു. നേരത്തെ കഴിഞ്ഞ വർഷം പ്രിവെൻറ്റീവ് അറസ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ആൻറ്റി സോഷ്യൽസിനെ അറസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് പ്രിവെൻറ്റീവ് അറസ്റ്റ് ചെയ്തു വെച്ചിട്ടുള്ളതാണ് ഒരു ദിവസം. NDPS കേസ് പറഞ്ഞുള്ളൂ. ഒരു 27B കഞ്ചാവ് ഉപയോഗിച്ചതിനുള്ളൊരു കേസാണ്. അതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല. ഒരു 27B കേസുണ്ട്, NDPS കേസുണ്ട്. മിക്കവാറും ലഹരി ഉപയോഗിക്കുന്ന ആളായിരിക്കാം. ഞാനതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിയില്ല. ഈ 308 കേസിലോ അല്ലെങ്കിൽ ഈ 325 കേസിൻ്റെയോ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിവരങ്ങൾ ശേഖരിച്ചു വരുന്നതേ ഉള്ളൂ. ഇയാളുടെ ക്രൈം എന്ത് തരത്തിലുള്ള ക്രൈമാണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ടുള്ള വിവരം ലഭിച്ചിട്ടില്ല. ഞാൻ പരിശോധിച്ചിട്ടില്ല. അറസ്റ്റ് അക്കൗണ്ട് ചെയ്തിട്ടുണ്ട്. മിക്കവാറും ഇന്ന് തന്നെ തെളിവെടുപ്പ് പൂർത്തീകരിക്കാനാണ് നമ്മൾ പരമാവധി ശ്രദ്ധിക്കുന്നത്. ഇന്ന് രാത്രിക്ക് മുന്നേ തന്നെ അയാളെ റിമാൻഡ് ചെയ്യാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രമിക്കും. വകുപ്പുകൾ മർഡർ ചേർത്തിട്ടുണ്ട്. BNS ഇപ്പോൾ ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിൽ 170/2025 ആയിട്ടാണ് ക്രൈം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 170/2025. അതിൽ 103 BNS, 115 BNS, 115-2, അതുപോലെ 126-2, 351-1 ഇത്രയും സെക്ഷനുകളാണ് നമ്മളിപ്പോൾ ആഡ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെത് നമ്മൾ മെഡിക്കൽ കോളേജിൽ നിന്ന് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് വരുന്ന വഴിയിലാണ് ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷൻ. അവിടെ ഒന്ന് നിർത്തും. അതുപോലെ ഡ്രൈവർ CP ആയതുകൊണ്ട് DHQ ക്യാമ്പിൻ്റെ വാതൊക്കെ ഒന്ന് നിർത്തിയിട്ട് പോലീസ് ക്ലബ്ബിൽ പൊതുദർശനത്തിന് വയ്ക്കും. അതിനുശേഷം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലും പൊതുദർശനത്തിന് വയ്ക്കും. എന്നിട്ട് വീട്ടുകാരുടെ സൗകര്യാർത്ഥം വൈകുന്നേരത്തോടു കൂടിയിട്ട് സംസ്കാരം നടത്താനാണ് ഉദ്ദേശിക്കുന്നത്.